കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ നിലവിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളും മൊഴികളും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രഥമദൃഷ്ട്യാ മതിയായത് എന്ന് കോടതി. നിലവിലേത് കുറ്റപത്രം സ്വീകരിക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക ഘട്ടമെന്നും മിനി വിചാരണ അല്ലെന്നും കോടതി. കല്ലൂർ PMLA കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, കേസിൽ CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിചാരണ നേരിടണമെന്നാണോ കോടതി പറയുന്നത്? കനത്ത തിരിച്ചടിയാണ് CPIMന് കലൂർ PMLA കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കാരണം 28 പ്രതികളുടെ വിചാരണ നടപടികൾക്ക് മുന്നോടിയായാണ് അവർക്ക് നോട്ടീസ് നൽകി അവർക്ക് പറയാനുള്ള ഭാഗം കേട്ടത്. ആ ഘട്ടത്തിൽ CPM നേതാക്കളടക്കം പ്രതിയായിട്ടുള്ള CPM നേതാക്കളടക്കം വ്യക്തമാക്കിയത് തങ്ങൾക്ക് ഈ കേസുമായി പങ്കില്ല, ഇത് കെട്ടിച്ചമച്ച കേസാണ്, തങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായി പ്രതി ചേർത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞെങ്കിലും കോടതി അതൊന്നും അംഗീകരിക്കുന്നില്ല. കോടതി പറയുന്നത് നിലവിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളും മൊഴികളും പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ നടപടിയെടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് ഉതകുന്ന മൊഴികളും തെളിവുകളും ഒക്കെയാണ് ലഭ്യമായിട്ടുള്ളതെന്ന് വ്യക്തമാക്കും. ഒപ്പം തന്നെ K. രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA എന്നിവരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി ആവശ്യമില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവർക്കെതിരെ ഇവരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ള വകുപ്പല്ല ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി ഈ കേസിൽ വേണ്ട എന്നും കോടതി വ്യക്തമാക്കുകയാണ്. കുറ്റകൃത്യം ഔദ്യോഗിക പദവിയുടെ ഭാഗമായതല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്കെതിരെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി വേണ്ടാത്തത്. സർക്കാരിന് നിലവിൽ ഇവരെ സംബന്ധിച്ച് അതായത് CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. CPM അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇന്ന് രാവിലെ വന്നെങ്കിലും ഇനിയിപ്പോൾ ഈ നേതാക്കളെല്ലാം വിചാരണ നേരിടണം. ജൂലൈ 4-ാം തീയതി നേതാക്കൾ ഈ 67 മുതലുള്ള പ്രതികൾ കോടതിയിൽ എത്തി ഹാജരായി ജാമ്യമെടുക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ശരി, MPയും MLAയും അടക്കം തൃശൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്ന CPM നേതാക്കൾക്കെതിരെ തെളിവുണ്ട് എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.